സ്തോത്രം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 31-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട് മതി. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണ് തുറന്നു. ഈ ഒരു സെന്റൻസ് ആണെന്ന് പകൽക്കാലം നമ്മൾ എടുത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ചിലതിൻ്റെ കണ്ണ് അടച്ചു വെച്ചിരിക്കുക. പ്രീസലോ, ആ കണ്ണ് ദൈവം തുറക്കണം. പ്രീസലോ, കണ്ണ് ദൈവം തുറക്കണം. കണ്ണ് തുറക്കുന്ന ഒരു പകൽക്കാലമാക്കി ദൈവം ഒന്ന് മാറ്റുകയാണ്. ബിലെയാം ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രവാചകനാ, യഹോവയുടെ പ്രവാചകനാ, ദൂത് വിളിച്ചറിയിക്കുന്നവനാ. അമിസ്വതം അഭിഷിക്തനാ. പക്ഷെ കണ്ണിന് പ്രത്യക്ഷത്തിലുള്ള ഈ കാഴ്ചയുണ്ട്. ഈ കാഴ്ചയല്ല ഒരു ദൈവ പൈതലിന് വേണ്ടത്. ഉൾക്കാഴ്ച വേണം. സ്തോത്രം. ഉൾക്കാഴ്ച വേണം. ദൈവം എന്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്, പദ്ധതി എന്താണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണം. എഫെസ്യ ലേഖനത്തിലാണ് 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വലിയ വാക്യമാണത്. അതിൻ്റെ അകത്ത് ഒരു സെന്റൻസ് നമുക്കൊന്നെടുക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. മതി. താഴെ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെന്നാൽ മാത്രമേ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവന്റെ വ്യാപാരത്തിന്റെ മഹത്വത്തിന്റെ ധനമിശ്വതം. ഒന്ന് വായിച്ചേ. വ്യാപാരത്തിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചത് 18-ാം അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം അറിയണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ താഴേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അറിയണമെങ്കിൽ ഹൃദയ ദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. അങ്ങനത്തെ ഒരു ദൃഷ്ടിയുണ്ടോ പാസ്റ്ററെ? ഉണ്ടെന്ന് ദൈവം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഉൾക്കണ്ണ് തുറയുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് കണ്ണടച്ച. എന്തുകൊണ്ടാണെന്നറിയാമോ? അകക്കണ്ണ് സ്വർഗത്തിലെ ദൈവവുമായിട്ട് ഒരു ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ പ്രത്യക്ഷമായ കണ്ണ് തുറന്നിരിക്കുമ്പോൾ അപ്പനുമായിട്ടുള്ള ബന്ധം, കണക്ഷൻ ഒരുപക്ഷെ കുറയാം. മറിച്ച് കണ്ണ് നടച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാനിടയായിത്തീരും. സർവശക്തനായ ദൈവത്തോട് ഏകാഗ്രതയോടൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് നിന്റെ പുറം കണ്ണടഞ്ഞ് അകം കണ്ണ് തുറയുമ്പോൾ. അപ്പോ ഇവിടെ ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന ബിലെയാം, ഭയങ്കര ചരിത്രമായത്. കഴുത സംസാരിച്ചിട്ട് പോലും മനസ്സിലാകാത്ത ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അത് ബിലെയാമാ. ആര് സംസാരിച്ചെന്ന് പറയുന്നത്? കഴുത സംസാരിച്ചിട്ട് പോലും മനസ്സിലാകാത്തൊരു പ്രവാചകനുണ്ടെങ്കിൽ അവന്റെ പേരാണ് ബിലെയാം. സ്തോത്രം. കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചോളണം. ഇവൻ ദൈവത്തിന്റെ ജനത്തെ ശപിക്കാൻ ബാലാക്ക് എന്ന് പറയുന്ന രാജാവിന്റെ കൽപ്പന പ്രകാരം അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇവൻ ആദ്യം പറയും, ദൈവം പറഞ്ഞതല്ലാതെ ഞാനൊന്നും പറയത്തില്ല. വീണ്ടും ഇവൻ ദൈവത്തിന്റെ അരുളപ്പാടിനായി കാത്തിരിക്കുകയാ. ദൈവം പറഞ്ഞു, നീ പോകരുത്, നീ അത് ചെയ്യരുത്. എങ്കിലും ഇവര് പറഞ്ഞ ഓഫർ ഭയങ്കര വലുതായിരുന്നു. സ്തോത്രം. ബാലാക്കിന്റെ ഭൃത്യന്മാരെ സ്വന്തം മനുഷ്യൻ അല്ലെങ്കിൽ ബാലാക്ക് അയച്ചിട്ട് അവരെ കൊണ്ട് പറയിപ്പിച്ച ഓഫർ എന്ന് പറയുന്നത് വലിയ ഓഫറായിരുന്നു. ഈ ഓഫറിന്റെ മധ്യത്തില് ഇവൻ എന്ത് ചെയ്തു? ഇവനൊന്ന് അമർന്നു. പ്രൈസ് ദി ലോർഡ്. സമ്മാനം കുരുടനെ
കാഴ്ചയില്ലാത്തവനാക്കി, അല്ല, നീതിമാനെ പൊട്ടനാക്കി മാറ്റുന്നു. ആമേ സമ്മാനം കാഴ്ചയുള്ളവനെ കുരുടനാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ആമേ സമ്മാനം എപ്പോഴും നമ്മളെ താഴ്ത്ത തട്ടിലേക്ക് കൊണ്ടുപോകും. കേട്ടോ പ്രിയ മക്കളെ, ആമേ സ്വന്തം ഒരുത്തനിൽ നിന്നൊരു നന്മ നമ്മൾ കൈപ്പറ്റിയാൽ പിന്നത്തേതിൽ തിരിച്ചു കൊടുക്കുന്നത് വരെയോ, അല്ലെങ്കിൽ അവൻ നിനക്ക് വെറുതെയാണ് തന്നതെങ്കിൽ ആ തന്ന നന്മയുടേതായ അളവിനൊത്തവണ്ണവും പലപ്പോഴും പലരും വീണു പോകുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ആമേ അതുപോലത്തെ ഒരു സാഹചര്യം ബിലയാമിന്റെ ജീവിതത്തിൽ നേരിടുകയാണ്. അവന്റെ കണ്ണ് അടഞ്ഞുപോയി. ദൈവം അടച്ചെന്നല്ല പറയുന്നത്, അവൻ സ്വതവേ അടച്ചെന്നല്ല പറയുന്നത്, അവന്റെ കണ്ണ് അടഞ്ഞു പോകുവാനിടയായി തീർന്നു. കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോയ ബിലയാമിനോട് സ്വർഗത്തിലെ ദൈവം ഇടപെട്ടിട്ടും അവനത് മനസ്സിലാകുന്നില്ല. തന്റെ ആമെ കഴുത തന്നോട് സംസാരിച്ചിട്ടും അവനത് മനസ്സിലാകുന്നില്ല. ആമേ നമുക്കൊന്ന് നോക്കാം പ്രിയ മക്കളെ. ആമേ സ്തോത്രം. അതിന്റെ 22-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാന മൂപ്പന്മാരോട്, കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാക്കായിരുന്നു. അവൻ ബെയോരിന്റെ മകനായ ബിലയാമിനെ വിളിപ്പാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെദോരിലേക്ക് ദൂതന്മാരെ അയച്ചു. ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. ഞാൻ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് വായിപ്പിച്ചത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാ, അല്ലെങ്കിൽ ആ സെന്റൻസ് മാത്രം എടുത്തേനെ. അപ്പോ ഇവരെ എന്ത് ചെയ്യണം? ശപിക്കണം. മോവാബ് രാജാവായിരിക്കുന്ന ബാലാക്കിന് ലഭിച്ചിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഇവൻ ശപിച്ചാൽ ശാപം പറ്റും, ഇവൻ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം പറ്റും. പ്രൈസ് ദി ലോർഡ്. ശപിക്കാനും അനുഗ്രഹിക്കാനും പ്രാപ്തനെന്ന ആമേ സ്തോത്രം, ആമേ തിരിച്ചറിവ് ബാലാക്കിന് ലഭിച്ചു. അതുകൊണ്ട് ബിലയാമിന് എന്ത് ചെയ്യണം? വരുത്തണം. ആരെ ശപിക്കണം? ഇസ്രായേലിനെ ശപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ അധികമായിട്ട് ബഹുമാനിക്കാം, നിന്നെ ഏറ്റവും അധികമായിട്ട് ആദരിക്കാം, നീ പറയുന്നതൊക്കെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു വലിയൊരു ഓഫർ ആരുടെ മുമ്പിൽ വെക്കുകയാ? ബിലയാമിന്റെ മുമ്പിൽ വെക്കുകയാ. ബിലയാം ദൈവത്തിന്റെ പ്രവാചകനാ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പല വ്യക്തിത്വങ്ങളും വീണു പോകുന്ന ആമേ ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് നന്മയില്ല. ആമേ സ്വത അഭിഷിക്തന്മാർ പലരും, ആമേ സുവിശേഷകന്മാർ പലരും, ശക്തന്മാരായ അപ്പോസ്തലന്മാർ പലരും ഇന്ന് നന്മകളിൽ തട്ടി വീഴുമ്പോൾ ആത്മാവിൽ ആമേ സ്വത കൃപ തന്നിരിക്കുന്ന ദൈവജനം തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ദൈവം വിശ്വസ്തന്മാരെ തിരയുകയാണ്. വിശ്വസ്തയോടെ അല്പം ഞെരുക്കം നേരിട്ടെന്നാലും അപ്പന്റെ മുഖത്തെ ആദരിച്ചുകൊണ്ട് അവനെ ഉയർത്തുവാൻ തക്കവിധം എത്ര വ്യക്തിത്വങ്ങൾ ഒരുക്കപ്പെടുമോ അവിടെയാണ് സർവശക്തനായ ദൈവത്തിന്റെ നീതിയുള്ള കരം ചലിക്കുന്നത്. വിശ്വസ്തന്മാരെ ദൈവം തിരയുകയാ. ആമേ. അപ്പോ ഇവന് ആദ്യം ഒരു അരുളപ്പാട് ഇവൻ പറഞ്ഞു, ഞാൻ എന്ത് തന്നാലും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. ആമേ സ്തോത്രം. എന്നാൽ അവര് കൊടുത്ത ഓഫറിന്റെ മധ്യത്തിൽ ഇവൻ പിന്നെയും പറയുന്നു, നിങ്ങൾ ഈ രാത്രി ഇവിടെ എന്ത് ചെയ്യുക, ഒന്ന് താമസിക്കുക, ദൈവം പിന്നെയും വല്ലതും ആമേ ഇടപെടുമോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്. അത് വേണോ പ്രിയ മക്കളെ? ആമേ സ്തോത്രം. ഈ കൈനോട്ടക്കാരന്റെ അടുക്കൽ കടന്നു എന്ന, അല്ലെങ്കിൽ കവിടി നിരത്തുന്നവന്റെ അടുക്കൽ കടന്നു എന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോ ആമേ സ്തോത്രം ഒന്നും കൂടി എന്ത് ചെയ്തേ, ഒന്ന് നോക്കി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ആമ ചില കാര്യങ്ങൾ സൊല്യൂഷൻ വരുത്തുന്നത് പോലെയുള്ള പദ്ധതിയല്ല. ആമ കർത്താവിന്റെ സന്നിധിയിൽ അവൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. അവൻ ആൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ്. നമ്മുടെ അവസാനത്തേതിൽ അറിയുന്ന ദൈവമാകൊണ്ട് അവൻ ആദ്യമേ തന്നെ അത് വിളിച്ചു പറയും. ആ വഴി പോകരുത്, അത് ചെയ്യരുത്, അത് ദോഷമാണ്, വിട്ടു പിരിയണം എന്നൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് കൽപ്പിക്കുവാനിടയായിത്തീരും. അപ്പൊ ദൈവം പറഞ്ഞു, നീ പോകരുത്. അവരെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? അവരെ ശപിക്കണം. ആരെ? ആ ഇസ്രായേലിനെ, സ്വന്തം ജനത്തെ ശപിക്കണം. ഹല്ലേലൂയ. നടക്കുന്ന ഒരു കാര്യമാണ് പ്രതിമക്കളെ. ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ നാവ് കൊണ്ട് ഒരുത്തനെയും എന്ത് ചെയ്തേക്കരുത്, ശപിച്ചേക്കരുത്. കേട്ടോ. അമിശ്വത അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവം നമുക്ക് നാവിനെ തന്നിരിക്കുന്നത്. നിന്റെ നാവ് കൊണ്ട് ഒരുത്തനെയും ശപിക്കരുത് എന്നുള്ളൊരു പ്രമാണം വചനത്തിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ, അതിനെ മറികടന്ന് നീ ചെയ്യരുത്. അത് ദൈവസന്നിധി നീതിയല്ല. അമിശ്വത. അപ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നത്
ആമേൻ സ്തോത്രം, ഇവരെ ശപിക്കാൻ വേണ്ടി ഒരുത്തനെ കൊണ്ടുവരിക. 12-ാം വാക്യത്തിലേക്ക് നമ്മൾ കാണുന്നത് ദൈവം പറയുന്നു, ബിലയാമേ നീ അവരെ എന്ത് ചെയ്യരുത്, ആമേ ശപിക്കരുത്, നീ അവരെ എന്ത് ചെയ്യരുത്, ശപിക്കരുത്. ദൈവം ബിലയാമിനോട് നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ എന്ത് ചെയ്യരുത്, ശപിക്കുകയും ചെയ്യരുത്, കേട്ടോ. അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു എന്ന് കൽപ്പിച്ചു. എന്നാൽ ഈ വാക്ക് കേൾക്കാതെ ബിലയാം ഇവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിറ്റേ ദിവസം അവർ ചെന്നു പറഞ്ഞു, ഇവൻ പറഞ്ഞു നിങ്ങൾ ഈ രാത്രി ഇവിടെ താമസിക്കുക, നാളെ ദൈവം എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ സംസാരിക്കോ? ഇന്ന് ആമി ഇങ്ങനെ പറഞ്ഞിട്ട് നാളെ ദൈവം മാറ്റി പറയോ? ഒരിക്കലും പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇവനിവിടെ പിടിച്ചിരുത്തി. കാരണം എന്താണെന്നറിയാമോ? ഈ ആമേൻ സ്തോത്രം, പുറപ്പാട് പുസ്തകം അതിന്റെ 23-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 23-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. സമ്മാനം കാഴ്ചയുള്ളവരെ കുരുടരാക്കുകയും, സമ്മാനം കാഴ്ചയുള്ളവരെ കുരുടാക്കുകയും നീതിമാന്മാരുടെ വാക്കുകളെ മറിച്ചുകളയുകയും ചെയ്യുന്നത് കൊണ്ട് നീ സമ്മാനം വാങ്ങരുത്. ഇത് ആരോടുള്ള ദൂതാന്നറിയാമോ? ആമേൻ സ്തോത്രം. നീതിയോടുകൂടി ന്യായം വിധിക്കുന്നവരോട് സ്വർഗത്തിലെ ദൈവം അന്ന് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനയാണ്, നീ ആരുടെയും പാരദോഷികം എന്ത് ചെയ്യരുത്. ഇന്ന് നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യരുത്, സമ്മാനം പാരദോഷികം എന്ത് ചെയ്യരുത്, വാങ്ങരുത്. കാരണം കൈക്കൂലി ആമേൻ സ്തോത്രം ആമേക്കാരുടെ എണ്ണം എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് പുസ്തകത്തിൽ കിടക്കുന്ന വചനമാണ്, ഇത് ബൈബിളിൽ കിടക്കുന്ന വചനമാണ്. പല നിയമങ്ങളും ഈ പുസ്തകത്തിന്റെ അകത്തളത്തിൽ നിന്ന് എടുത്തെഴുതി നീതി പുസ്തകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആമേൻ സ്തോത്രം, ഇത് സത്യവേദ പുസ്തകമാണ്. ആമേൻ സ്തോത്രം, ഇതിൻ്റെ അകത്ത് കളവില്ല പ്രിയ മക്കളെ. എല്ലാ ചരിത്രങ്ങളും അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തികളും എഴുതിയിട്ടുണ്ട്, സാത്താന്റെ പ്രവർത്തികളും എഴുതിയിട്ടുണ്ട്, മാനുഷിക പ്രവർത്തികളും എഴുതിയിട്ടുണ്ട്. സകല പ്രവർത്തികളും ഒരുപോലെ ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. ഇതാരും തകർക്കുന്നതല്ല, ഇത് അനേകരെ രക്ഷിക്കുന്ന പുസ്തകമാണ്. ഇതിന്റെ അകത്തെ വചനം മനുഷ്യന്റെ ജീവിതത്തിന്മേൽ നന്മ കൊടുക്കുന്ന ഒന്നാണ്. വചനത്തിന് മാറ്റമില്ല. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ സന്ധിമജ്ജകളെ വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ഇവിടെ കാണാൻ സാധിക്കുന്ന സമ്മാനം കാഴ്ചയുള്ളവരെ എന്ത് ചെയ്യും, കുരുടാക്കും. നിങ്ങൾ അധ്യായം വീട്ടിൽ ചെന്നൊന്ന് വായിക്കണം കേട്ടോ. അപ്പോ ഇവൻ ഇവരുടെ കൂടെ പോകുകയാണ്. ആമേൻ സ്തോത്രം. എന്തിനാ? എന്തേലും ഒരു നന്മ കിട്ടിയെന്നാൽ. നന്മയില്ലാത്ത മനുഷ്യനൊന്നും അല്ല ഇവൻ. ഇവനെ ദൈവം സമൃദ്ധിയോടെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ പ്രിയ മക്കളെ. ആമേൻ സ്തോത്രം. ദൈവഹിതമില്ലാത്തൊരു വഴികളിലൂടെ നടന്ന് 10 പൈസ കൈവശം വെച്ചേക്കരുത്. അത് ദൈവികമായ നീതിയല്ല. ദൈവം നിന്നെ നടത്തും. ഒരുപക്ഷെ ആമേശ്വതം മറ്റവൻ സമൃദ്ധിയോടെ ജീവിക്കുന്നു എന്ന് തോന്നുമ്പോൾ പോലും ആമേശ്വതം അവന് സമാധാനം ഉണ്ടാകുമോ സന്തോഷം ഉണ്ടാകുമോ നിനക്കറിയത്തില്ല. മറിച്ച് നിനക്കല്പം ഞെരുക്കമാണെങ്കിൽ പോലും സമാധാനവും സന്തോഷവും സ്വർഗത്തിലെ ദൈവം നൽകി തരുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് മറ്റൊന്നുമില്ല പ്രിയ മക്കളെ. ആശ്വാസത്തിന് വേണ്ടി ഇന്ന് മനുഷ്യൻ പരക്കം പാച്ചിലാണ്. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ഇന്ന് പരക്കം പാച്ചിലാണ്. സമൃദ്ധിയുള്ളവരാണ്, നന്മയുള്ളവരാണ്. ആമേൻ. അങ്ങനെ ഇവൻ ഇവരുടെ കൂടെ പോകുമ്പോൾ ഇവനൊരു കഴുതയുണ്ട്. ഈ കഴുതപ്പുറത്ത് കയറിയാണ് ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ കഴുതപ്പുറത്ത് കയറി ഇവൻ പോകുമ്പോൾ ആമേൻ കഴുതയ്ക്ക് മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് നിൽക്കുകയാണ്. ആര് കാണുന്നില്ല? ബിലയാം കാണുന്നില്ല. ആര് കാണുന്നുണ്ട്? ഓ സ്തോത്രം. കഴുതയുടെ അത്രയും പോലും കാഴ്ചപ്പാടില്ലാതെയായി തീർന്ന പ്രവാചകൻ. കഴുത കാണുന്നു, പ്രവാചകൻ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. ആമേൻ സ്തോത്രം. കഴുത സംസാരിക്കുന്നു, പ്രവാചകൻ എന്ത് ചെയ്യുന്നില്ല? ബുദ്ധിയെ കെട്ടിക്കളഞ്ഞു. എന്ത്? സമ്മാനം കാഴ്ചയുള്ളവനെ കുരുടനാക്കി കളഞ്ഞു. സമ്മാനം കാഴ്ചയുള്ളവനെ കുരുടനാക്കി കളയും കേട്ടോ പ്രിയ മക്കളെ. സമ്മാനം കാഴ്ചയുള്ളവനെ കുരുടനാക്കി കളയും. അവന്റെ ഓഫർ ആമേൻ സ്തോത്രം. ചില വ്യക്തിത്വങ്ങളെ എനിക്ക് എടുക്കണമെന്നുണ്ട്, സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോ ഇവിടെ കാണാൻ സാധിക്കും 22 മുതൽ താഴേക്കൊന്ന് വായിച്ചോ. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവനെ പ്രതിയോഗിയായി നിന്നു. അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവന്റെ 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. ആര് കണ്ടു? കഴുത കണ്ടു. ഭയങ്കര നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം ഇത്. ഈ മൃഗങ്ങൾക്കൊക്കെ ദൈവം വലിയ കാഴ്ചപ്പാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നമ്മളെക്കാളൊക്കെ ഒത്തിരി കഴിവ്, വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒത്തിരി കഴിവുള്ള ഒരു ജീവിയാ പട്ടി, നായ. നമ്മൾ സ്തോത്രം, ദിവസങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവം മണം പിടിച്ച് ആ സംഭവം തെളിയിച്ചെടുക്കുന്ന ഒരു വലിയ കാഴ്ച നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പേ നടന്നൊരു കൊലപാതകമായിരിക്കാം, മോഷണമായിരിക്കാം, സ്തോത്രം, മഴയുണ്ടായിട്ടുണ്ടാകാം, സ്തോത്രം, സാഹചര്യത്തിൽ പലതും മറഞ്ഞു പോകുമ്പോൾ പോലും സ്തോത്രം ഈ ജീവി, ഈ പട്ടി, നായ ചിലത് മണം പിടിച്ച് എന്ത് ചെയ്യും, സ്തോത്രം, പിടിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വില കുറഞ്ഞതായിട്ട് നമ്മൾ കാണുന്ന പലരും വിലയേറിയതാ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജീവികളിൽ വെച്ച് ഏറ്റവും പഠിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്ന കുഞ്ഞിനെ അമ്മയും മാതാപിതാക്കളും സ്തോത്രം അധ്യാപകരും വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇന്ന് വിളിക്കത്തില്ല, ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ജയിലിൽ പോകേണ്ടി വരും. സ്തോത്രം മാതാപിതാക്കൾ വിളിക്കുന്നുണ്ട്, അധ്യാപകർ വിളിക്കത്തില്ല. സ്തോത്രം വിളിക്കുന്നൊരു പേരാണ് ഈ കഴുതയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിയില്ലാത്തൊരു ജീവിയാ. പക്ഷേ ബുദ്ധിയില്ലാത്ത ജീവിയാണെങ്കിലും ആരെ കാണുന്നുണ്ട്? ദൈവത്തെ കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മൾ വില കുറഞ്ഞവരായി കാണുന്ന പലർക്കും സ്വർഗത്തിലെ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. നിന്റെ അത്രത്തോളം ആരോഗ്യം ഉണ്ടാകത്തില്ല, നിന്റെ അത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല, നിന്റെ അത്രത്തോളം കഴിവും പ്രാപ്തിയും ഉണ്ടാകത്തില്ല. പക്ഷെ അവന്റെ ഹൃദയം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പറ്റിയിരിക്കുന്നുവെങ്കിൽ നിന്നേക്കാൾ ശ്രേഷ്ഠൻ അവനെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ മക്കളെ, ആരെയും നിന്ദിക്കരുത്, ആരെയും പരിഹസിക്കരുത്, ആരെയും കുറ്റപ്പെടുത്തരുത്. ദൈവമായിട്ട് ആരാണ് കൂടുതൽ ബന്ധം പുലർത്തുന്നതെന്ന് ആർക്കറിയാം? നമ്മുടെ മുമ്പിൽ കുറവായിട്ട് കാണുന്നവരെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ കഴിവുള്ളവരാണെങ്കിലും ദൈവത്തെ കാണുകയാണ് ആര്? കഴുത. ആര് കാണുകയാ? കഴുത. സ്തോത്രം, ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്നവന് ദൈവത്തിനെ കാണാൻ കഴിയാതിരിക്കുമ്പോൾ സ്തോത്രം, ഭൂമിയിൽ മനുഷ്യൻ ഏറ്റവും ബുദ്ധി കുറഞ്ഞ ജീവി എന്ന് ചിന്തിക്കുന്നത് ദൈവത്തെ കാണുകയാ. ഇതല്ലേ പ്രിയ മക്കളെ ഏറ്റവും ശ്രേഷ്ഠത? എഴുതാനും വായിക്കാനും അറിയത്തില്ല, നല്ല രീതിയിൽ പ്രസംഗിക്കാനും അറിയത്തില്ല, വിക്കിയാണ് നീ സംസാരിക്കുന്നത്. പക്ഷെ അപ്പനുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെയാണ് ദൈവം കാണുന്നത്, നിന്നെയാണ് ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നത്. അവന്റെ ബലത്തിന്റെ ആ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സർവശക്തനായ ദൈവം നിന്നെ ഉയർത്തും. ഇല്ല പ്രിയ മക്കളെ, ശ്രേഷ്ഠതയിൽ കാര്യമുണ്ടോ? സ്തോത്രം, ആര് കണ്ടു? കഴുത കണ്ടു. എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ കഴുത കണ്ട് കാഴ്ചപ്പാടുള്ള പലതുമുണ്ടെന്നേ. നമ്മൾ തള്ളിക്കളയുന്ന, നമ്മൾ മാറ്റിയിടുന്ന, നമ്മൾ കഴിവില്ലെന്ന് ചിന്തിക്കുന്ന ചില കാഴ്ചപ്പാടുള്ള പലതുമുണ്ട്. ഒരിക്കൽ പ്രിൻസ് പാസ്റ്റർ അദ്ദേഹം ഒരു സാക്ഷ്യം പറയുകയാണ്. ഒരു മന്ദബുദ്ധി, ഓട്ടിസം ബാധിച്ചൊരു പയ്യൻ. സ്തോത്രം, ഇവന് പ്രത്യേകമായിട്ടുള്ള വികാരങ്ങളൊന്നും തന്നെ ഇല്ല. ആരാധനക്ക് വരും, നല്ല കുളിച്ചുടുപ്പൊക്കെ കൊടുത്ത് എന്ന ആരാധനക്ക് വരും. ഈ കൊച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും രാവിലെ ഉണരും, വെളുപ്പിന് ഉണരും. സ്തോത്രം, നന്നായിട്ട് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്. രാത്രിയിലാണെങ്കിലും കുളിച്ച് സ്തോത്രം പൗഡറൊക്കെ ഇട്ട് നല്ല രീതിയിൽ നടക്കുകയാണ്. വീട്ടുകാർ പലരും ആ കൊച്ചിനോട് ചോദിക്കാൻ തുടങ്ങി, മോനെ എന്താണ് നീ ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ പറയും, യേശു അപ്പച്ചൻ വരും. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, യേശു അപ്പച്ചൻ വരും, എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ചില ദിവസങ്ങളോളമായിട്ട് കുളിച്ച് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് സ്വന്തം ദാനം തന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള സ്വന്തം വിശുദ്ധീകരണം നടത്തിക്കൊണ്ട് ദൈവത്തോട് കൂടെ ഇരിക്കുകയാ. സ്വന്തം മനുഷ്യർക്കത് മനസ്സിലായില്ല. സ്വന്തം പറഞ്ഞത് ബുദ്ധിക്ക് നല്ല രീതിയിൽ തിരിച്ചറിവില്ലാത്ത കുഞ്ഞ് വോട്ട് സമ്പാദിച്ചവന്. പല മനുഷ്യർക്ക് മനസ്സിലായില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തന്നെ പരിശുദ്ധ ദൈവം ചേർക്കുവാനിടയായി തീർന്നു. ഇൻഫർമേഷൻ കൊടുത്തു മക്കള് അപ്പന്റെ അടുക്കലേക്കുള്ള ആഗമനത്തിന് വേണ്ടതായ ഇൻഫർമേഷൻ കൊടുത്തു. തിരിച്ചറിവുള്ള വ്യക്തിത്വങ്ങൾ പലരും മനസ്സിലാക്കാതെ പോകുമ്പോ തിരിച്ചറിവില്ലാത്ത ചിലതിന് പരിശുദ്ധ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. അവന് നമ്മെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. കേട്ടോ പ്രിയ മക്കളെ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഒന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവമായിട്ടുള്ള അടുപ്പമുണ്ടോ? അവിടെ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് 32, 33 വാക്യം വായിച്ചേ. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചത്. എന്തിനാണ് കഴുതയെ അടിച്ചപ്പോ ചോദിച്ച ദൂതൻ?
പ്രവാചകനോട് ചോദിക്കുന്നത്, എന്തിനാണ് ഈ കഴുതയെ നീ അടിച്ചത്? ആര് ചോദിച്ചു? എന്നെ ചിന്തിപ്പിച്ചു. ഇതിനെല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ പ്രിയമക്കളെ. നമ്മളെ ഭൂമിയിൽ ചെയ്തെടുക്ക കഴുതയെ നീ എന്തിനാണ് 3 പ്രാവശ്യം അടിച്ചത്? ആമേൻ. വിലയാൻ നെട്ടി. ഇത് എന്റെ കഴുതയല്ലേ, എന്റെ കഴുത എനിക്കടിക്കാൻ പാടില്ലേ? എടാ, കാര്യത്തിന് അടിക്കാവൂ, കാര്യമില്ലാത്തതിന് തല്ലരുത്. കാര്യത്തിന് വഴക്ക് പറയാവൂ, കാര്യമില്ലാത്തതിന് വഴക്ക് പറയരുത്. കാര്യത്തിന് കോപിക്കാവൂ, കാര്യമില്ലാത്തതിന് കോപിക്കരുത്. ആരോടാന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് തലകളെ വണക്കിയിരിക്കുന്ന ചിലതിനോട് നിനക്ക് കോപം വരുമ്പോ കോപിക്കാനുള്ള വ്യക്തിത്വങ്ങളല്ല നിന്റെ ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഭർത്താവും. ഉള്ള കാര്യത്തിന് കോപിക്കാവൂ. ഇല്ലാത്തതിന് കോപിച്ച സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവത്തിന്റെ മുമ്പിൽ സകലരും മക്കളാ. ചില ആളുകൾക്ക് ജോലി സ്ഥലത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ വന്നിട്ട് അങ്ങ് കോപിക്കും. ജോലി സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോപിക്കാൻ പറ്റത്തില്ല. അപ്പൊ വീട്ടിൽ വന്ന്, വീട്ടിൽ എല്ലാത്തിനും സൗകര്യമാണല്ലോ. സ്തോത്രം. എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ് എവിടെ? ആരോ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. വിട്ട് കളഞ്ഞേക്കണം. എടാ, ജോലി സ്ഥലത്തുള്ള കാര്യം ജോലി സ്ഥലത്ത് തീർത്തിട്ട് നീ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കയറാവും. സ്തോത്രം. ജോലി സ്ഥലത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എവിടെ വന്ന് തീർക്കും? എന്ത് കൊടുക്കുമ്പോ? ചായ കൊടുക്കുമ്പോ തീർക്കും. അല്ലെങ്കിൽ ആഹാരം കൊടുക്കുമ്പോ എന്ത് ചെയ്യും? ആഹാരം കൊടുക്കുമ്പോൾ പറഞ്ഞ് തീർത്തിരുന്നാൽ സമാധാനമാകത്തുള്ളൂ. ഈ സ്വഭാവമാണ് നിന്നെ താഴ്ത്തത്തട്ടിലേക്ക് വലിക്കുന്നത്. ആരോടാന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, നിന്റെ ഈ സ്വഭാവമുണ്ടല്ലോ, നിന്റെ ഈ ആദരമുണ്ടല്ലോ, നിന്റെ ഈ വാക്കുകളുണ്ടല്ലോ, നിന്റെ ഈ കോപമുണ്ടല്ലോ, ഇന്നൊന്ന് വിട്ടു പിരിഞ്ഞുകൊണ്ട് നിന്റെ കണ്ണൊന്ന് തുറക്ക. നീ എന്തിനാ കോപിക്കുന്നത്? നീ ആരോടാ കോപിക്കുന്നത്? എവിടെയാ നീ സംസാരിക്കുന്നത്? എങ്ങനെയാ നീ സംസാരിക്കുന്നത്? ഇന്ന് പകലിലൊന്ന് മടങ്ങി വരുവാൻ കഴിയുമോ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ചിലപ്പോൾ വീട്ടിലുള്ളവർക്ക് എന്ത് കാര്യത്തിനാണെന്ന് പോലും ഒരു പിടി കിട്ടത്തില്ല. ഇത് എന്തിനാണ് പിന്നത്തേതിലാ അറിയുന്നത്. രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ഇന്നലെ ജോലി സ്ഥലത്ത് ഭയങ്കര പ്രശ്നം, അതിൻ്റെ ആമേശ്വരം ഫീലിംഗ് അവിടെ കണ്ടത്. എന്നാലത്തെ ജോലി സ്ഥലത്തെ പ്രശ്നമാണ് ഇവിടെ വീട്ടിൽ എന്ത് ചെയ്യുന്നത്? വെളിപ്പെട്ടത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അങ്ങനെയൊന്നും ആകരുത് കേട്ടോ. അപ്പോ ഇവിടെ കഴുതയെ തല്ലിയപ്പോ ആര് ചോദിച്ചു? എടാ, കഴുതക്ക് വേണ്ടി ആളുണ്ടെന്നേ. ആമേൻ. നമ്മൾ കരുതുന്നത് പോലെയല്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. കാട്ടിൽ നിന്ന് ആന ഇറങ്ങിക്കഴിഞ്ഞ വനമന്ത്രി എന്ത് ചെയ്യാനാ? വല്ലതും ചെയ്യാൻ പറ്റോ? പുള്ളി സൃഷ്ടിച്ചതാണോ? ഫോറസ്റ്റുകാർ എന്ത് ചെയ്യാനാ? എടാ, സൃഷ്ടിച്ചവനോട് പറ. ആമേശ്വരം. ഇന്ന് ആനയും കാട്ടുപോത്തും പുലിയും കടുവയൊക്കെ ഇറങ്ങി ജനത്തിന് ഭീഷണി ഉണ്ടാക്കുമ്പോൾ പാർട്ടി ഓഫീസിൽ പോയി തല്ലിപ്പൊളിച്ചിട്ട് കാര്യമില്ല. നിർമ്മിച്ചവനോട് പറ. അപ്പ കാട്ടിൽ കിടക്കുന്നത്, കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് നീ കൽപ്പിക്കാതെ വരത്തില്ല. നീ ഒന്ന് കൽപ്പിക്കണമേ. കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതിനോട് കാട്ടിൽ കയറുവാൻ അവൻ കൽപ്പിച്ചാൽ അത് അനുസരിക്കും. പ്രിയ മക്കളെ, മനുഷ്യനല്ല, അവൻ സ്വർഗത്തിലെ ദൈവമാണ്. ഇല്ലേ? മന്ത്രിമാരെന്ത് ചെയ്യാനാ? കൊടുങ്കാറ്റ് വന്ന മന്ത്രിമാരെന്ത് ചെയ്യാനാ? ചുഴലിക്കാറ്റ് വന്ന മന്ത്രിമാരെന്ത് ചെയ്യാനാ? രാഷ്ട്രപതി എന്ത് ചെയ്യാനാ? ഇതൊക്കെ ഉളവാക്കുന്ന ഒരുത്തനുണ്ട്. അവനോട് പറയണം, ഇത് മനുഷ്യന്റെ കണ്ണ് തുറക്കാൻ വേണ്ടിയാ പ്രിയ മക്കള്. സിറ്റിക്കകത്തേക്ക് ആന ഇറങ്ങി വരികയാ. പട്ടണത്തിൽ പുലി നടക്കുകയാ. ദൈവം കൽപ്പന കൊടുത്തിരിക്കുകയാ. ഇവർക്ക് എന്ത് കൊടുത്തു? കാട്. കാട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ എടാ, നിന്റെ കണ്ണ് തുറക്കാനാ. പ്രൈസലോ. ഇത്രയും വർഷങ്ങളോളം കാട്ടിൽ കിടന്ന് ജീവിച്ച ഈ ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിലേക്ക് നോക്കാനാ. ഇതിനെ നിർമ്മിച്ച ഒരുത്തനുണ്ട്. അവനുമായിട്ടൊന്ന് ബന്ധം പുലർത്തുവാൻ ബുദ്ധിയുള്ള മനുഷ്യനെന്ന് ചിന്തിക്കുന്ന നിന്റെ ബുദ്ധിയെ പരിശുദ്ധ ദൈവം എന്ന് തുറക്കുകയാണ്. എടാ, കാട്ടുപോത്തും ആനയും കരുടയും കരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിർമ്മിച്ചവനുമായിട്ട് മനുഷ്യൻ ബന്ധം പെടുന്നില്ല. സ്വർഗത്തിലെ ദൈവം നിന്റെ ബുദ്ധിയൊന്ന് തുറക്കുകയാ. നമ്മുടെ ബന്ധം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അകന്നു പോയപ്പോൾ ഇങ്ങനെയെങ്കിലും ഒന്ന് ബന്ധപ്പെടാനുള്ള വഴി ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ദൈവം ചിലതിനെ ഇറക്കി വിടുന്നത്. ഹല്ലേലൂയ. പത്രം വായിച്ചിരിക്കുന്ന വീട്ടിലേക്ക് കാട്ടുപോത്ത് എന്ത് ചെയ്യുക? കയറി വരികയാ. സ്തോത്രം. കാർ പോർച്ചിൽ പുലി നടക്കുകയാ. സിറ്റിക്കകത്ത് ആന. പ്രൈസലോ. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയ മക്കളെ, ഇതിനെ നിർമ്മിച്ചവനൊരു ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ എല്ലാം കയറും കാട്ടില്ല. ഫോറസ്റ്റുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല പ്രിയ മക്കളെ, നിർമ്മിച്ച ദൈവമുണ്ട്. ഇതെല്ലാം വരുന്നത് മനുഷ്യനൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാ.
മനസ്സിലായോ? കൊടുങ്കാറ്റടിക്കുന്നതും ചുഴലിക്കാറ്റ് വരുന്നതും യുദ്ധങ്ങളും യുദ്ധശ്രുതികളൊക്കെ നടക്കുന്നതല്ല. മനുഷ്യ, നീയൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാ. മുൻകാലങ്ങളിൽ ഇല്ലാത്ത ചില പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ കടത്തിവിടുന്നത് അവന്റെ വരവെടുത്തിരിക്കുന്നത് കൊണ്ട്. ആമേശ്വരൻ നിർമ്മിതാവിന്റെ വരവെടുത്തിരിക്കുകയാണ്, സൃഷ്ടിതാവിന്റെ വരവെടുത്തിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നിന്റെ തലകളെ ഉയർത്തുക. പരിശുദ്ധ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി പകൽക്കാലവും നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരികയാണ്. നിന്റെ തല ഉയർത്തണം, നിന്റെ കണ്ണുകളെ ഉയർത്തണം. കണ്ണെന്ത് ചെയ്യണം? കണ്ണ് തുറയണം. പ്രൈസലോ. കണ്ണെന്ത് ചെയ്യണം? കണ്ണ് തുറയണം. കണ്ണ് തുറന്ന് നീ ഒന്ന് നോക്കണം. പ്രൈസലോ. കർത്താവ് സ്തോത്രം ഇതൊക്കെയും വെളിപ്പെടുത്തുക. അപ്പോ കഴുതയെ അടിച്ചതിന് ആര് ചോദിച്ചതൊരു മനുഷ്യനല്ല. ഒരുപക്ഷെ കഴുതയെ വിറ്റ് യജമാനൊന്നല്ല ചോദിച്ചത്, കഴുതയെ ഉണ്ടാക്കിയ ആ ദൈവത്തിന്റെ ദൂതനാ. നീ എന്തിനാ കഴുതയെ? അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വെറുതെ ആവശ്യമില്ലാതെ തല്ലിക്കഴിഞ്ഞാൽ ചോദിക്കോ ദൈവം? ഭാര്യയോ ഭർത്താവിനെയോ? ആവശ്യമില്ലാത്ത കാര്യത്തിന് നിന്റേതായ ഇഷ്ടപ്രകാരം വല്ലതൊക്കെ പറഞ്ഞാൽ ചോദിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ പറഞ്ഞോളണം. ഇപ്പൊ ചില ആളുകൾക്കൊക്കെ അപ്പനും അമ്മയ്ക്കൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അവരിങ്ങനെ പറയാൻ, എനിക്ക് ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ ചെയ്യും. അങ്ങനെയല്ല പറയും, എനിക്ക് ചോദിക്കാൻ ഒരാളുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കി കളയരുത്. പ്രൈസലോ. എനിക്ക് ഒരപ്പനുണ്ട്, എനിക്കൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവനതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാ. കഴുതയെ തല്ലിയപ്പോ ചോദിച്ച ദൈവത്തിന്റെ ദൂതൻ, താഴേക്കൊന്ന് വായിച്ചോ. നീ എന്തിനാടാ 3 പ്രാവശ്യം? യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചത് എന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു, നിന്റെ വഴി നാശകരം എന്ന് ഞാൻ കാണുന്നു. കഴുത എന്നെ കണ്ട് ഈ 3 പ്രാവശ്യം എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. നമ്മളൊക്കെ പറയൂലേ, ബുദ്ധിയില്ലാത്തവരാ, കഴിവില്ലാത്തവരാ, പ്രാപ്തിയില്ലാത്തവരാ എന്നൊക്കെ പറയത്തില്ലേ പ്രിയമക്കളെ? ഇവരൊക്കെ നിത്യതയിലെത്തും. ഇവരൊക്കെ നിത്യതയിലെത്തും. 100% ഞാൻ എഴുതി വെച്ച് തരാം. ഇവരൊക്കെ നിത്യതയിലെത്തും. വചനത്തിൽ പറയുന്നത് കനാൻ ദേശത്തിൽ അവകാശമാക്കുവാൻ വേണ്ടി കടന്നുപോയ യോദ്ധാക്കളും തികവേറിയവരും പലരും ഉണ്ടായിരുന്നു. പക്ഷേ കടിച്ചു കീറിപ്പോകുമെന്ന്, കൊള്ളയായി തീരുമെന്ന് നിങ്ങൾ ചിന്തിച്ച സ്തോത്രം 20 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുകുട്ടികൾ പലരും എന്ത് ചെയ്തു? അവിടെ പ്രവേശിച്ചു. അപ്പോ ഈ യോദ്ധാക്കളുടെ മുമ്പിലെല്ലാം ഇതുങ്ങ പാഴായി പോകും, ഇതുങ്ങൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, ഇതുങ്ങളൊക്കെ നശിച്ചു പോകുമെന്നൊക്കെ ചിന്തിച്ചിരുന്നതാ, വിധി എഴുതിയിരുന്നതാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സ്വന്തം മക്കളെ കുറിച്ച് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വിധി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് വിധി എഴുത്തുകളെ എന്ന് പകൽക്കാലം വായിക്കുകയാണ്. നിന്റെ തലമുറകൾ പാഴായി പോകത്തില്ല, നിന്റെ മക്കൾ ശൂന്യമായി പോകത്തില്ല. അവരെ മാനിച്ച് നടത്തുവാൻ കഴിവുള്ള ഒരു കർത്താവ് എന്ന് പകല് നമ്മുടെ മധ്യത്തിലുണ്ട്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം. വീതിയെഴുത്തുകളെ മായിക്കും, വിലയെഴുത്തുകളെ നീക്കം ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവെന്ന് പകൽക്കാലം ഇടപെടുകയാ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോളണം. ആര് എവിടെ നിന്നെ തകർക്കുമെന്ന് ചിന്തിക്കുന്നുവോ അവിടെ ഒരു ദൈവപ്രവൃത്തി സ്വർഗത്തിൽ വെളിപ്പെടുത്തും. കേട്ടോ ശേഖർ, സ്വതം വെല്ലുവിളികളുണ്ട്. സ്വതം കുടുംബം, കുടുംബ ജീവിതം, സ്വതം മുടിച്ചു കളയുമെന്നും, ചെയ്യുന്ന പ്രവർത്തികളിലേക്ക് തിരിച്ചുവിടാതെ വണ്ണം അതിനെ ഒതുക്കിക്കളയുമെന്നും സാത്താൻ വാദിച്ച ദിവസങ്ങൾ, അന്തരാജകൽപ്പവിടമനഗസ്വതാരകസി, ഉറക്കം നഷ്ടപ്പെട്ടു പോയ രാത്രികൾ, സ്വതം ആത്മഹത്യ ചെയ്ത മരിച്ചു കളയാമെന്നവരെ ചിന്തകൾ പിശാച് അകത്തളത്തിൽ കടത്തി. പക്ഷെ ആ സമയത്ത് ഉറക്കം വരുത്തി ദൈവം ചിന്തകളിൽ നിന്ന് വേർതിരിക്കേണ്ടതിനാൽ കുറച്ചു സമയം ബുദ്ധിയെ ഉറക്കിക്കളഞ്ഞു. പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. അത് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരം, ചിലരുടെയൊക്കെ പ്രാർത്ഥനകൾ ജീവിതത്തിന്റെ കോട്ടയായിരുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അവനെ തകർത്തു കളയുവാൻ ദുഷ്ടശക്തികൾ വാദിച്ചപ്പോൾ അതിന്റെ മധ്യത്തിൽ ബലത്തോടെ നിർത്തിയത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ്. അവനോട് അടുത്ത് വരണം, അവനുമായിട്ട് പറ്റിയിരിക്കണം. അങ്ങനെയെങ്കിൽ ചില ഉയർച്ചകൾ പിന്നെയും തന്നെ ദൈവം മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നെഗറ്റീവ് പറയരുത്, ദോഷം പറയരുത്. നാവുകൾ കൊണ്ട് അനുഗ്രഹം മാത്രമേ പറയാവൂ. തലമുറകളെ കുറിച്ച്, തലമുറകളെ ഓർത്ത്, തലമുറകളെ നോക്കി അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറഞ്ഞു. ചിലത് ദൈവം മായ്ക്കാൻ പോകുകയാണ്. കേട്ടോ, ഇന്ന് മുതൽ ഒരു തീരുമാനമെടുത്തുകൊള്ളണം. എന്റെ നാവ് കൊണ്ടൊരു ദോഷം ഞാൻ പറയത്തില്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്ത മക്കൾക്ക് വേണ്ടി ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തലമുറകളുടെ മേൽ മറപിടിച്ച് കിടക്കുന്ന ചില പൈശാചികമായ മുഖങ്ങളെ സർവശക്തനായ ദൈവം നീക്കം ചെയ്ത്
ഒരു അത്ഭുതം ചെയ്ത് നടത്തുന്ന പകൽക്കാലം അത്രയെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഉയർത്തും. പ്രൈസല്ലോ, പറ്റിയെന്ന് തോന്നണം. ഹല്ലേലൂയ. കർത്താവ് കാണുകയാണ് ഇവിടെ. ആമേ സ്തോത്രം. ആമേ താഴേക്കൊന്ന് വായിച്ചു. ഈ 3 പ്രാവശ്യം എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. അത് മാറിപ്പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കഴുത എന്റെ മുമ്പിൽ നിന്ന് 3 പ്രാവശ്യം മാറിപ്പോയി. കഴുത മാറിപ്പോയി. കഴുത പുറത്തിരിക്കുന്ന യജമാനായിരിക്കുന്ന നിന്നെ സൂക്ഷിക്കേണ്ടതിനായി ആ കഴുത മാറി. കഴുത ഒരു വട്ടം അവിടെ എന്ത് ചെയ്തു? കിടന്നു കളഞ്ഞെന്ന ആമേ സ്തോത്രം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കഴുതക്ക് കാഴ്ചപ്പാടുണ്ട്. കഴുത ആരെ കാണുന്നു? ആ സ്തോത്രം ബിലയാം ആരെ കാണുന്നില്ല? ബിലയാമിന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി. അവന്റെ കണ്ണടഞ്ഞിരിക്കുക. സ്തോത്രം കേട്ടോ. പ്രതിമ നമ്മൾ ഈ ആത്മീക ജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും കണ്ണു തുറന്നൊന്ന് നോക്കിയേക്കണം. ഞാൻ എവിടെയാ നിൽക്കുന്നത്? ഏത് സാഹചര്യത്തിലാ? കർത്താവുമായിട്ടൊരു ബന്ധത്തിൽ ഞാൻ അടുത്തിരിക്കുന്നുണ്ടോ? പ്രാർത്ഥനാ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ? മടങ്ങി വരണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. പ്രിയമക്കളെ, നമുക്ക് തോന്നും നമ്മള് ആമേ സ്തോത്രം കൂടെയാണ് പോകുന്നതെന്ന്. ആമേ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ നിന്നിലില്ല, ഞാൻ നിന്ന് അകന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒന്ന് മടങ്ങി വരണം എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ആമേ ഈ ഭാഗം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വേറൊരുത്തന്റെ കണ്ണ് ആമേ സ്വർഗത്തിലേക്ക് തുറക്കുന്നുണ്ട്. അത് പ്രവാചകനോട് പറ്റി നിൽക്കുന്ന ഒരു ബാല്യക്കാരനാണ് കേട്ടോ. ഈ ദൈവാലയവും ദൈവവും ഒക്കെ ആയിട്ടൊക്കെ പറ്റി നിൽക്കുന്നു, അടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വ്യക്തിത്വങ്ങൾ കുറെ ദൂരം പോയി കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇവരെവിടെയോ പുറത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ശക്തനായ പ്രവാചകന്റെ ബാല്യക്കാരനാണ്. ആമേ അവന്റെ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോയി. അവന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് തുറക്കുന്നുണ്ട്. ആമേ അവൻ കണ്ണടച്ചിരുന്നവനാണോ? ഇവൻ ചിലത് കണ്ടതാണെന്നേ. കണ്ടിട്ട് ഇവന്റെ യജമാനോട് വന്ന് പറയുകയാണ്, യജമാനെ സൈന്യം ചുറ്റും എന്ത് ചെയ്യുക? നമ്മളെ വളഞ്ഞിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു സൈന്യം വന്ന് നമ്മളെ വളഞ്ഞിരിക്കുകയാ. ഇനി നമ്മൾ എന്തു ചെയ്യും ആമേ സ്തോത്രം എന്ന് ഇവൻ ചോദിക്കുകയാ. അപ്പോ ഇവന് കാണാം. എന്ത് കാണാം? എന്ത് കാണാം? പ്രത്യക്ഷമായ കണ്ണുകൾ കൊണ്ട് കാണാം. എന്നാൽ പിന്നെയും വചനം പറയുന്നു അവന്റെ കണ്ണ് ദൈവം എന്ത് ചെയ്തു? അപ്പൊ ഏത് കണ്ണാ തുറന്നത്? ആ സ്തോത്രം. ഹല്ലേലൂയ. കേട്ടോ പ്രിയമക്കളെ, 2 കണ്ണുണ്ട്. ഈ ആമേ സ്തോത്രം കഴുതയെ കാണുന്ന ബിലയാം ദൂതനെ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേ കഴുതയെ കാണുന്ന ബിലയാം ആരെ കാണുന്നില്ല? ദൂതനെ കാണുന്നില്ല. അപ്പൊ അവന് കാഴ്ചയുണ്ട്. പക്ഷെ ഏത് കാഴ്ചയെ കുറിച്ചാണ് ദൈവം പറയുന്നത്? ആ ആത്മീക കണ്ണ് തുറയണം. ആത്മീക കണ്ണ് തുറയണം കേട്ടോ. ഈ പ്രത്യക്ഷത്തിലുള്ള കാഴ്ചപ്പാടല്ല പ്രിയ മക്കളെ. നിന്റെ കുടുംബ ജീവിതത്തിനകത്തളത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ തൊഴിലിൽ, നിന്റെ തലമുറകളിൽ അവന് എത്ര ശ്രമിച്ചിട്ടും നേരെയാക്കി നടത്താൻ കഴിയാതെ വന്ന പലവിധമായ വിഷയങ്ങൾ അതിന്റെ പിന്നാമ്പുറത്ത് വ്യാപരിക്കുമ്പോൾ ഇത് മാനുഷികമല്ല, ഇത് ശത്രുവിന്റെ കരമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ശാസിച്ച് ജയമെടുക്കുന്ന ഒരു കണ്ണുണ്ട്. ആ കണ്ണിന്റെ പേരാണ് ആത്മീക കണ്ണ്. ആ കണ്ണിന്റെ പേരാണ് ഹൃദയ ദൃഷ്ടിയാലുള്ള പ്രകാശനം. ആമേൻ. ജീവിതത്തിൽ കൂടെ കൂടെ വന്ന് പറ്റുന്ന ചില വിഷയങ്ങൾ എന്തുകൊണ്ട് ഇത് മാറിപ്പോകാതിരിക്കുന്നത്? ആമേ നമ്മൾ ഭാരപ്പെടുകയാ. എന്തുകൊണ്ടാ കർത്താവേ? പലവിധമായ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി. ആമേ ആത്മീക കണ്ണൊന്ന് തുറന്നേ. നിന്നോട് വാദിക്കുന്ന ഒരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ വേഗത്തിൽ. അതിനെ അവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. അപ്പൊ ഇവന് കാഴ്ചപ്പാട് ആമേ കാണാൻ പറ്റുന്നില്ലായിരുന്നോ? കുരുടനായിരുന്നോ? അല്ല. ഇവനെ വന്ന് പറഞ്ഞത്, യജമാനെ നമ്മുടെ വീടിന് ചുറ്റും എന്ത് ചെയ്തിരിക്കുക? സൈന്യം വന്ന് വളഞ്ഞിരിക്കുക, ഇനി നമുക്ക് രക്ഷയില്ല കേട്ടോ. ആത്മീക കാഴ്ചപ്പാടില്ലാതെ വരുമ്പോൾ ചെറിയൊരു പ്രശ്നം പോലും നമ്മളെ ബാധിക്കും. ആമേ നമ്മൾ അതിന്റെ മധ്യത്തിൽ തട്ടി വീഴും. ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും കർത്താവേ? ഒരു ആത്മീക കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു കാലത്തും നിന്നെ വിട്ട് അകന്നു പോകാതെ വണ്ണം ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുന്നത് യേശു എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാനൊരിക്കലും തകർന്നു പോകത്തില്ല, ഞാനൊരിക്കലും വീണു പോകത്തില്ല, ഞാനൊരിക്കലും താഴ്ന്നു പോകത്തില്ല. എന്നെ നടത്തുവാൻ ശക്തനായ ഒരു കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ്
അല്ലെ? ആത്മീകപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നീ എത്തിച്ചേരണം. അപ്പോഴാണ് ദൈവികമായ കരം നമ്മുടെ ജീവിതത്തിന്മേൽ അനുകൂലമായി വെളിപ്പെടുന്നത്. കേട്ടോ ശോഭിച്ചെറിയാനെ? ആമേ സ്തോത്രം. ജീവിതത്തിന്മേൽ ആമേ കഴിഞ്ഞ നാളുകൾ പലതും തകർച്ചകളായിരുന്നു. ആമേ സ്തോത്രം. ഓരോ സ്റ്റെപ്പിലേക്കും കാലെടുത്ത് വെക്കുമ്പോൾ ഭയപ്പെട്ടാണ് സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. വീഴാൻ ചാൻസ് ഉണ്ടോ? മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ആമേ പേടിച്ചായിരുന്നു ആമേ സ്റ്റെപ്പുകളിലേക്ക് കാലെടുത്ത് വെച്ചിരുന്നത്. എന്നാൽ ഭയം മാറ്റുകയാ. കേട്ടോ, മുമ്പിലേക്കുള്ള തുറന്നു കിടക്കുന്ന വഴികളും ആമേ സ്തോത്രം ആമേ എത്ര ഓടിക്കയറിയുന്നാലും തട്ടി വീഴാതെ വണ്ണം ഇരിക്കുന്ന സ്റ്റെപ്പുകളും സർവശക്തനായ ദൈവം മുമ്പാകെ ഒരുക്കി തന്ന നടത്തുന്ന ദിവസങ്ങൾ മുമ്പിൽ കിടക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇനി തോൽവികളല്ല, ഇനി നഷ്ടങ്ങളല്ല, നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുവാൻ കഴിവില്ല. സർവശക്തനായ ദൈവത്തിന്റെ കരം എന്റെ വൃത്തിന്റെ മേൽ അനുകൂലമായി വെളിപ്പെടുന്ന ദിവസങ്ങളത്രേ മുമ്പിൽ കിടക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അവനുമായിട്ടുള്ള ബന്ധം, യേശുവുമായിട്ടുള്ള ബന്ധം ആമേ ഓരോ ദിവസം ചെല്ലുന്തോറും അടുത്തോ. ഹല്ലേലൂയ. അന്ന് ആമേ ഫറവോനും സൈന്യവും ആമേ കടൽക്കരയിൽ ചത്ത് അടിഞ്ഞു കിടക്കുന്നത് ആമേ സ്വതം ഇസ്രായേൽ ജനം കണ്ടു എന്ന് പറയുന്നത് പോലെ ശത്രുക്കൾക്ക് മുമ്പാകെ മേശ ഒരുക്കുന്നൊരു ദൈവമുണ്ട്. ആമേ പിന്നിൽ പ്രവർത്തിച്ച പ്രതിയോഗിയെ സർവശക്തനായ ദൈവം ആമേ പിന്നിലാക്കിക്കൊണ്ട് മുമ്പിൽ കയറി ഓടുവാൻ തക്ക വിധം ആത്മാവ് ബലപ്പെടുത്തുന്ന ദിവസങ്ങളാണ് മുമ്പിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവന് അസാധ്യമായിട്ടൊന്നുമില്ല. കേട്ടോ, പ്രതിമകളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ചിലതിലേക്ക് കരം നീട്ടുകയാ. കേട്ടോ, നിന്നെ ദൈവം കാണുകയാ. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ചില ശ്രേഷ്ഠതകളുണ്ട്. ആത്മീക കണ്ണുകളൊന്ന് തുറന്നേ. ഹല്ലേലൂയ. ആത്മീക കണ്ണുകളൊന്ന് തുറന്നേ. അപ്പോ ഇവന്റെ കണ്ണ് തുറന്നപ്പോ ഇവൻ ചിലത് കാണുകയാണ്. ആമേ സ്തോത്രം. ആമേ എന്ത് കാണുന്നു? വായിച്ചു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ എന്ത് കാണുകയാ? അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാദ്യം ഇവൻ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. എൻ്റെ കുഞ്ഞ്, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് നന്മകൾ, നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ പലതും നിന്റെ മുമ്പിലുണ്ട്. ആമേ. എന്നിട്ട് കിടന്ന് കരച്ചില്ല, ദൈവമേ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, ഞാൻ എന്ത് ചെയ്യും? ആമേ സ്തോത്രം. നിന്റെ കണ്ണൊന്ന് തുറന്നേ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. ആത്മീക അന്ധത പിടിപ്പിക്കാനല്ല, ആത്മീക അന്ധതയുടെ മറവിലിരിക്കാനല്ല, കണ്ണ് തുറന്നുകൊണ്ട് ദൈവത്തിന്റെ നീതി പ്രവൃത്തികളെ കണ്ട് അവൻ അധികം മഹത്വം കൊടുത്ത് മുന്നേറുവാൻ തക്കവിധം പരിശുദ്ധ ദൈവം ഇന്ന് പകൽക്കാലം ചിലതിന് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കാഴ്ചപ്പാടുകൾക്കൊരു മാറ്റം, പ്രവൃത്തികൾക്കൊരു മാറ്റം, പ്രാർത്ഥനകൾക്കൊരു മാറ്റം, ആരാധനകൾക്കൊരു മാറ്റം, ഉപവാസത്തിനൊരു മാറ്റം, എല്ലാ നിലകളിലും സ്വർഗത്തിലെ ദൈവം നിനക്കൊരു മാറ്റം കൽപ്പിക്കുന്ന പകല. തളരരുത്, ക്ഷീണിക്കരുത്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ കണ്ണ് തുറന്നപ്പോൾ കണ്ടു. ഭയം മാറി. ഈ കാഴ്ചപ്പാട് വന്ന ഭയം മാറും. കൂടെയുള്ളവൻ ആരെന്ന് കണ്ടാൽ ഭയം മാറും. ഭയപ്പെടുന്നത് എന്തുകൊണ്ടാ? ആമേ കൂരിരുൾ പാതയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും. എന്തുകൊണ്ടാ? യഹോവ കൂടെ ഉള്ളത് കൊണ്ടാ. പേടിച്ചു പോകുന്നത് എന്തുകൊണ്ടാ? കൂടെ ഇല്ല എന്നൊരു ചിന്ത വരുന്നത് കൊണ്ടാ. കൂടെ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്? കൂടെ ഇരിക്കാമെന്നല്ലേ പറഞ്ഞത്? ഞാൻ നടത്താമെന്നല്ലേ പറഞ്ഞത്? ഞാൻ കരം പിടിക്കാമെന്നല്ലേ പറഞ്ഞത്? ഞാൻ സൗഖ്യമാക്കാമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഉയർത്താമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഉയർപ്പിക്കുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ നിത്യത തരുമെന്നല്ലേ പറഞ്ഞത്? നീ എന്തിനാ വിശ്വസിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. ആമേ. ഇതല്ലേ ദൈവം പറഞ്ഞത്? നെഗറ്റീവായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എല്ലാം പോസിറ്റീവാ. യേശുവിന്റെ വാക്കെല്ലാം പോസിറ്റീവാ. ആമേ. ഞാൻ സൗഖ്യമാക്കുന്ന ആ സ്തോത്രം. നീ പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? ആമേ. സൗഖ്യം കൽപ്പിക്കുന്ന ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ എന്തിനാ ഭാരപ്പെടുന്നത്? ആമേ. ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവം, ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാമോ പ്രിയ മക്കളെ? ചിലതിന്റെ കാഴ്ചപ്പാട് ദൈവം മാറ്റുകയാ. കണ്ണ് ദൈവം തുറക്കുകയാ. അകക്കണ്ണ്. കേട്ടോ, അകക്കണ്ണ് പരിശുദ്ധ ദൈവം ഒന്ന് തുറക്കുകയാ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അവൻ കണ്ണ് തുറന്നു. ആമേ സ്തോത്രം. അപ്പോഴാണ് ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി
മുമ്പിൽ നിൽക്കുന്നത് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എലീശയുടെ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നപ്പോഴാണ് കാണുന്നത് അഗ്നിമയ രഥങ്ങളും കുതിരകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത്. അയ്യോ, പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയ ദൈവത്തെയാണോ ഞാൻ ആരാധിക്കുന്നത്? കേട്ടോ, നിനക്കൊരനർത്ഥം വരുന്നതിന് മുമ്പേ നിന്നെ കാക്കേണ്ടതിനായി വചനം വിളിച്ചു പറയുന്നു. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനാ അവൻ ദൂതനോട് കൽപ്പിക്കുമെന്ന് പറയുന്നത് പോലെ അവൻ കൂടെ നടക്കുന്ന ഒരുത്തനുണ്ട്. ഒരു ദോഷത്തിലേക്ക് തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, ഒരനർത്ഥത്തിലേക്ക് തള്ളിവിടുന്ന ദൈവമല്ല. എത്ര അനർത്ഥങ്ങളും കെടികളും ശത്രു വെച്ചെന്നാലും അതിന്റെ മധ്യത്തിൽ കടന്നു വന്ന് നിന്നെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരിക്കലും നിനക്കൊരു ദോഷം വരുക ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. വിശ്വസിച്ചാൽ സ്തോത്രം. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ആ കഴുതക്കുണ്ടായ കാഴ്ചപ്പാടെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ. ദൂതനെ കഴുത ആരെ കാണുകയാ? ദൂതനെ കാണുകയാ. മാത്രമല്ല, കഴുത എന്ത് ചെയ്യാൻ തുടങ്ങി? സംസാരിക്കാനും തുടങ്ങി. ആമേൻ. അതിന്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലെയാമിനോട്, നീ എന്നെ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. ബിലെയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. എന്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞു. ആരോടാണ് സംസാരിക്കുന്നതെന്ന് പോലും പുള്ളിക്കുന്നില്ല, തിരിച്ചറിവില്ല. അടുത്ത വാക്യം. ഞാൻ കഴുത ബിലെയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? പിന്നെ യജമാന്റെ ബുദ്ധി ഒന്ന് തുറക്കേണ്ടത്. പിന്നെയും കഴുത പറയും, ഞാൻ നിന്റെ കഴുത. എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്തെടുക്കാതെ നമ്മുടേതായ വഴികൾ സഞ്ചരിക്കുമ്പോൾ ലോകത്തിലെ മനുഷ്യർ വിളിച്ചു പറയും, നിങ്ങൾ പ്രാർത്ഥനക്കാരല്ലേ, നിങ്ങൾ വിശ്വാസികളല്ലേ? പ്രൈസ് ദി ലോർഡ്. പലരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെങ്കിലും നിന്റെ കണ്ണെന്ത് ചെയ്യണം? ഒന്ന് തുറക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമോ? നിങ്ങൾക്കിത് പറയാമോ? നീ ഒരു പ്രാർത്ഥനക്കാരനല്ലേ? നീ ഒരു വിശ്വാസിയല്ലേ? പ്രൈസ് ദി ലോർഡ്. എവിടെ കഴുത? ബിലെയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? ഇക്കാലമൊക്കെയും എന്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ഈ മനുഷ്യന് മനസ്സിലായത്, കഴുതയാണ് എന്നോട് എന്ത് ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. കഴുതയാണ് സംസാരിച്ചതെന്നും ദൂതനാണ് മുമ്പിൽ നിൽക്കുന്നതെന്നും അവന് മനസ്സിലായത് ആ സമയത്ത്. കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അടഞ്ഞിരിക്കുന്ന കണ്ണ് ഇന്ന് പകലിലൊന്ന് തുറയണം. നീ ആരാണ്? ബിലെയാമേ, നീ ആരാണ്? നീ യഹോവയുടെ പ്രവാചകനാ. വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരാണ്? യേശു ഒന്ന് ചോദിക്കുകയാ, നിന്റെ ദൗത്യം എന്താ? നിന്നെ എന്തിനാ കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ കൂടെ ഉള്ളവൻ ആരെന്ന് നിനക്കൊരു തിരിച്ചറിവുണ്ടോ? നീ എന്തിനു ഭയപ്പെടണം? നീ എന്തിനു ഭാരപ്പെടണം? യേശു നിന്നോട് കൂടെയുണ്ട്. നീ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. അവന് ഉടഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്നെ കാക്കേണ്ടതിനായി അവൻ രാവും പകലും പോകുന്നിടത്തും എല്ലാ മേഖലകളിലും നിന്നെ സംരക്ഷിക്കേണ്ടതിനാൽ അവൻ തന്റെ ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ഒന്ന് തിരിഞ്ഞു നോക്കുക. എത്രയെത്ര ആപത്തനർത്ഥങ്ങൾ, എത്രയെത്ര അപകടങ്ങൾ അമേശ്വരം മരണം മുഖാമുഖമായി കണ്ട ചില രാത്രികൾ പകലുകൾ, അവിടെയൊന്നും നിനക്കൊരു ഹാനിയും വരാതെ വണ്ണം സൂക്ഷിച്ചത് നിന്റെ മിടുക്കല്ല, നിന്റെ കഴിവല്ല. നീ നന്നായി ഡ്രൈവ് ചെയ്യുന്നവനായിരിക്കാം, നീ നന്നായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു പോകുന്നവനായിരിക്കാം. പക്ഷേ അമേശ്വരം നേരെ വന്ന വാഹനം തെറ്റിച്ച് മാറ്റിയതും ആ വാഹനം നിന്റെ വാഹനത്തെ തകർത്ത് കളയാതെ വണ്ണം സൂക്ഷിച്ചതും നിന്റെ ഡ്രൈവിംഗിന്റെ വൈഭവമല്ല, നിന്റെ തിരിച്ചറിവിന്റെ വൈഭവമല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ്. അവൻ സൂക്ഷിക്കുന്ന ദൈവമാണ്, അവൻ കരുതുന്ന ദൈവമാണ്. ഏത് സാഹചര്യത്തിലും എത്രയോ വട്ടം നിന്റെ കണ്ണുകളൊന്ന് തുറന്നേ, ആത്മീക കണ്ണുകളൊന്ന് തുറന്നേ, തിരിഞ്ഞൊന്ന് നോക്കിയേ. പരിശുദ്ധ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. അപ്പാ, ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാ. ഞങ്ങൾ ആരെന്ന് പലപ്പോഴുള്ള ബോധ്യം ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ ചിന്തകൾ ഭരിച്ചിട്ട്
ആത്മീകമായ തലത്തിൽ നിന്ന് ഞങ്ങൾ വേറിട്ട് പോകുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ മടങ്ങി വരികയാണ്. ഞങ്ങളുടെ കണ്ണ്, കാഴ്ചപ്പാട്, ഹൃദയദൃഷ്ടി സ്വർഗത്തിലെ ദൈവം ഒന്ന് പ്രകാശിപ്പിക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കാഴ്ചപ്പാടിനൊത്തവണ്ണം യാത്ര ചെയ്യുക, പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനൊത്തവണ്ണം യാത്ര ചെയ്യുക. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.